ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ റൂഹ നമ്മെല്ലാവരെയും ഈ ആരാധന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിനങ്ങളിൽ മണിപ്പൂരിലെ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ 3-ാം ദിനത്തിലും കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാനും മണിപ്പൂരിൽ ദൈവീക സമാധാനം രൂപപ്പെടുവാനും വംശീയ കലാപങ്ങൾക്ക് അറുതി വന്ന് മണിപ്പൂരിലെ ജനം കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങി വരുവാൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും അന്തരീക്ഷം മണിപ്പൂരിലെ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് ലഭ്യമാകുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് ആത്മാവിൻ്റെ ഐക്യതയാണ്. നമ്മളായിരിക്കുന്നിടത്ത്, നമ്മൾ എവിടെയായിരുന്നാലും നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കും സ്തുതികൾക്കും നമ്മൾ ഉയർത്തുന്ന ആരാധനയ്ക്കും ലോകത്തിൻ്റെ ഏത് ദിക്കിലേക്കും കടന്നു ചെല്ലുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. പ്രാർത്ഥന സ്വാഭാവികമായ ശക്തിയാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും നമ്മൾ ഒന്നിച്ച് നിലവിളിക്കുമ്പോൾ മണിപ്പൂരിലേക്ക് ഈ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയെ കർത്താവ് പകരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് സമയം കളയാനുള്ള ഒന്നല്ല. ഈ ആരാധന ശുശ്രൂഷയുടെ ദൈവസന്നിധിയിൽ ദൈവജനം ഒന്നിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയും ആവശ്യകതയും തിരിച്ചറിഞ്ഞ് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ ജനം ഐക്യതയോടെ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായി ഒന്നും ഉണ്ടാവുകയില്ല. ദൈവം അസാധാരണമായ പ്രവൃത്തികൾ ചെയ്ത് തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പരിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്. ദൈവജനം എവിടെയെല്ലാം ഒന്നിച്ചു വന്ന് പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയിലേക്ക് ദൈവശക്തി ഇറങ്ങി അവരുടെ ആവശ്യത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. സഹോദരങ്ങളെ, നമുക്കിന്ന് മറ്റൊരു നിയോഗമില്ല. മണിപ്പൂരിൽ നരകയാതന അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന, മാനസികമായും ശാരീരികമായും മുറിവേറ്റ് അക്രമങ്ങളിലൂടെ, കലാപങ്ങളിലൂടെ, വിവിധങ്ങളായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ കരമുയർത്തുമ്പോൾ ദൈവശക്തി അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. ദൈവിക സമാധാനം അവരെ പൊതിയുകയാണ്. ഈ കലാപത്തിന്റെ പുറകിലുള്ള അന്ധകാര ശക്തികളെ കർത്താവിന്റെ കരുത്തുറ്റ കരങ്ങൾ തകർത്ത് കളയുകയാണ്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളേവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 34-ാം സങ്കീർത്തനം 22-ാമത്തെ തിരുവചനം. എത്ര മനോഹരമായ വാഗ്ദാനമാണ് അവിടെ. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കണമേ. കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ, കർത്താവിനെ ആശ്രയിക്കുന്നവരുടെ, ആരെല്ലാം കർത്താവിൽ അഭയം പ്രാപിക്കുന്നുവോ അവരുടെ ജീവനെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. തൻ്റെ ദാസന്മാരുടെ ജീവനെ, അവരുടെ ജീവിതത്തെ, അവർക്കുള്ളതിനെ അവിടുന്ന് രക്ഷിക്കുന്നു. നമുക്ക്
ഒത്തിരി പ്രത്യാശ തരുന്ന പ്രോമിസാണ്. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. വീണ്ടും പരിശുദ്ധ വചനം എന്താ പഠിപ്പിക്കുന്നത്? അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ, അവിടുത്തെ കർത്താവിൽ അഭയം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ശ്രദ്ധിക്കണമേ, ആരെല്ലാം ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നവോ അവർ നശിച്ചു പോകുവാൻ, തകർന്നു പോകുവാൻ, ശിക്ഷയ്ക്ക് വിധേയരായി അവരുടെ ജീവിതം തീർന്നു പോകുവാൻ ഒരിക്കലും കർത്താവായ ദൈവം അനുവദിക്കുകയില്ല. നമ്മുടെ ജീവനെ, നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി യേശുവേന്ന് വിളിച്ച് ശംഖ് പൊട്ടി നിലവിളിക്കുമ്പോൾ മണിപ്പൂരിലെ നമ്മുടെ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഈ വചനത്തിന്റെ അഭിഷേകം ഇറങ്ങുകയാണ്. ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ഈ വചനത്തിന്റെ മുദ്രയാൽ സ്വർഗം അവരെ മുദ്രിതമാക്കുകയാണ്. കാരണം ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കർത്താവിന്റെ വചനം ഫലരഹിതമായി തിരിച്ചു വരുന്നില്ല. ഓരോ വചനത്തിന്മേലുമുള്ള ദൈവത്തിന്റെ പദ്ധതി അതാത് വചനം നിറവേറ്റുമെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. വിശ്വസിക്കുക സഹോദരങ്ങളെ, വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരിലാണ് ദൈവവചനം പ്രവർത്തിക്കുന്നത്. മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി, മണിപ്പൂരിലുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഈ വചനം വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ വിശ്വസിക്കണം. വേദനിക്കുന്ന, മുറിവേറ്റിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 31-ാമത്തെ വചനം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടൽ ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. മണിപ്പൂരിലെ നമ്മുടെ ജനത്തിനു വേണ്ടി ഈ വചനം വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറയുകയാണ്. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. ശ്രദ്ധിക്കണമേ, തൻ്റെ സഭയ്ക്ക് സമാധാനം നൽകുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. തൻ്റെ ജനത്തെ പരിരക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് മതിയായവനാണ്. സമരിയ, ഗലീലി, യൂദയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. സഹോദരങ്ങളെ, മണിപ്പൂരിലെ ജനത്തിന് സമാധാനം നൽകുവാൻ ഇരുവിഭാഗവും തമ്മിൽ, കുക്കികളും മേത്തികളും തമ്മിലുള്ള ആ കലാപങ്ങള്, വംശീയ പ്രക്ഷോഭങ്ങള്, അതിന്റെ പുറകിലുള്ള കാരണങ്ങൾ എന്ത് തന്നെയാകട്ടെ, അതിനേക്കാൾ എത്രയോ വലിയവനാണ് ദൈവമായ കർത്താവ്. ഇരുവിഭാഗങ്ങളിലുള്ള ശത്രുതകളും കലഹങ്ങളും ഭിന്നതകളും തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങൾക്കും അറുതി വരുത്തി അവരെ തൻ്റെ സമാധാനത്തിൽ, സ്വസ്ഥതയിൽ കാക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. നമ്മൾ കരങ്ങൾ വിരിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് കേരളത്തിലെ ദൈവജനം, കേരളത്തിലെ ദൈവമക്കൾ നമ്മൾ ഒന്നിച്ച് കരമുയർത്തി നിലവിളിക്കുമ്പോൾ മണിപ്പൂരിലെ തന്റെ ജനത്തിനു വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അവർക്ക് സമാധാനം നൽകും, സുരക്ഷ നൽകും, അവരെ പരിപാലിക്കും, അവരെ സംരക്ഷിക്കും, അവരെ കാത്തു സൂക്ഷിക്കും. സമാധാനമുളവായി എന്ന് മാത്രമല്ല, ആ സഭകളിൽ എന്തുണ്ടായി? അത് ശക്തി പ്രാപിച്ചു. ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു, ഈ കൊടിയ പീഡനത്തിലൂടെ മണിപ്പൂരിലെ സഭയെ, നോർത്ത് ഈസ്റ്റിലെ സഭ മുഴുവനെയും പരിശുദ്ധാത്മാവ് ശക്തീകരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ കണ്ടമാലിൽ വലിയ കൊടിയ പീഡനം ക്രൈസ്തവർക്കെതിരെ നടന്നു. അവിടെ നടന്ന പീഡനത്തെക്കാളും ഉഗ്ര പീഡനവും അസ്വസ്ഥതകളുമാണ് ഇന്ന് മണിപ്പൂരിൽ നടക്കുന്നത്, ഈ വംശീയ കലാപത്തിലൂടെ. എൻ്റെ സഹോദരങ്ങളെ, ഏത് തിന്മയെയും നന്മയാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു.
എൻ്റെ സഹോദരങ്ങളെ, മണിപ്പൂരിലെ സഭയ്ക്കുള്ള ദൈവത്തിൻ്റെ അടയാളമാണിത്. ഒപ്പം കേരളത്തിലെ സഭയിലെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള സ്വർഗത്തിൻ്റെ മുന്നറിയിപ്പാണിത്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ അവിടുത്തെ സഭാ സമൂഹങ്ങൾ ശക്തി പ്രാപിക്കും. ആത്മാവ് തൻ്റെ ജനത്തെ വളർത്തും, തൻ്റെ ജനത്തിന് ആശ്വാസവും സമാധാനവും നൽകും. നമ്മൾ അതിനായി ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്വസ്ഥതയുടെ ആത്മാവാണ്. ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ്. ഇരുവിഭാഗവും തമ്മിലുള്ള ശത്രുതയും കലഹവും മാത്സര്യവും ഭിന്നതയും വിഭാഗീയതയും എല്ലാം അവസാനിപ്പിക്കുവാൻ കുക്കികളെയും മെയ്ത്തികളെയും അതിന് പുറകിലുള്ള സകലരെയും അവിടുത്തെ ഗവൺമെന്റിനെയും അവിടുത്തെ സഭയെയും എല്ലാം സമർപ്പിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാം ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാറ്റിന്റെ മേലും പരിവർത്തിക്കട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം പുറപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്നും നമ്മൾ ഒന്നിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ കർത്താവിന്റെ സമാധാനം കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം വരട്ടെ. ആത്മാവിൽ അവർ ശക്തി പ്രാപിക്കട്ടെ. നമ്മുടെ സങ്കടങ്ങൾക്കും വേദനകൾക്കും അറുതിയുണ്ടാകട്ടെ, പരിഹാരമുണ്ടാകട്ടെ. കർത്താവേ, തന്റെ ജനത്തിന് വേണ്ടി നീതി നടത്തി കൊടുക്കണമേ, നീതി നടത്തി കൊടുക്കണമേ. കർത്താവേ, നീതിപൂർവം അവിടുത്തെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കണമേ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ശക്തിയോടെ വിളിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ കലാപത്തിന്റെ പുറകിലുള്ള അന്ധകാര ശക്തികള്, പൈശാചികാധിപത്യങ്ങള്, മാനുഷിക ശക്തികള് നിർവീര്യമാകട്ടെ. സമാധാനത്തിന്റെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ ആത്മാവ് മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ. എല്ലാവരും വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, വിശ്വസിച്ച് വിളിച്ച്, യേശുനാമം വിളിച്ച്, വിശ്വസിച്ച് വിളിച്ച്, ചങ്ക് പൊട്ടി മുറുകിയ ഹൃദയത്തോടെ വിളിക്കുന്നു, ഈശോയേ. കർത്താവേ, നീതി നടത്തണമേ, നീതി നടത്തണമേ. നീതിയുടെ കരങ്ങൾ അവിടുത്തെ ജനത്തിനായി നീട്ടിക്കൊടുക്കണമേ. ജീസസ്, ജീസസ്, ജീസസ്. കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാവരും ഒരുമിച്ച് ആമേൻ, ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. മണിപ്പൂരിലെ ജനതയുടെ മേൽ Come Holy Spirit, Come Holy Spirit. ഞങ്ങൾ വിളിക്കുന്നു. മണിപ്പൂര് സ്റ്റേറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ, മണിപ്പൂരിലെ ഗവൺമെന്റിന് വേണ്ടി, മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി, കുക്കികൾക്ക് വേണ്ടി, വൈദ്യകൾക്ക് വേണ്ടി, ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി ആത്മാവേ ഞങ്ങളെ വിളിക്കുന്നു. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. പരിശുദ്ധാത്മാവിനെ വിളിച്ച ആത്മാവേ ജനത്തിന്റെ മേൽ പെയ്തിറങ്ങുക. ഇരു കരങ്ങളുയർത്തി 3 പ്രാവശ്യം വിശ്വസിച്ച് സ്വരമുയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ സമാധാനം നൽകണമേ, സ്വസ്ഥത നൽകണമേ. സ്നേഹത്തിന് വിരുദ്ധമായ എല്ലാ തിന്മകളും, എതിർ ശക്തികള്, വിപരീത ശക്തികള്, പാപശക്തികള്, അന്ധകാര ശക്തികള് പരിശുദ്ധാത്മ ശക്തിയാ ചിഹ്ന ഭിന്നമാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. Acts 9:31 അവിടുത്തെ ജനത്തിന് ആശ്വാസം നൽകണമേ, ആശ്വാസം നൽകണമേ. ഈശോയെ നന്ദി.
ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മേ, ദൈവജനത്തിൻ്റെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മണിപ്പൂരിലെ ജനതയെ, മണിപ്പൂരിലെ ഗവൺമെന്റിനെ, മണിപ്പൂരിലെ സഭയെ, കുക്കികളെയും അവിടെ നാഗാസിനെയും മെയ്ത്തികളെയും മറ്റ് വിഭാഗങ്ങളെ എല്ലാം സമർപ്പിക്കുകയാണ്. എല്ലാവരും സ്നേഹത്തിലും ഐക്യതയിലും ഒന്നിച്ച് മുന്നേറുവാൻ, കലാപത്തിൻ്റെ, അക്രമത്തിൻ്റെ, ശത്രുതയുടെ എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകുവാൻ അമ്മേ, അമ്മയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണിപ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ദൈവജനം ലോകമെമ്പാടുമുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും കേരള സഭയിലെ ദൈവജനമുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി അവർ നമ്മുടെ സ്വന്തം ചോരകളാണ്, നമ്മുടെ സ്വന്തം സഹോദരി സഹോദരങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നു, രക്തബന്ധത്തെക്കാളും ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ വിലപ്പെട്ടതാണ് ആത്മീയ ബന്ധം. ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ തമ്മിൽ വലിയൊരു ഐക്യതയുണ്ട്. മണിപ്പൂരിലെ ജനം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും ദുരിതങ്ങളും അക്രമങ്ങളും പീഡനങ്ങളും, എത്രയോ നൂറുകണക്കിന് ജീവിതങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു. 10,000-കണക്കിന് പേർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. പലരും വനാന്തരങ്ങളിലാണ്. വെള്ളമില്ല, വസ്ത്രമില്ല, ആഹാരമില്ല, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഭയാനകമായൊരു അന്തരീക്ഷം. 47 ദിനങ്ങൾ പിന്നിട്ടിട്ടും അവിടെ നടമാടുന്ന കലാപങ്ങൾക്കും അക്രമത്തിനും ഒരു അറുതിയും ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ അക്രമത്തിലൂടെ കേരളത്തിലുള്ള ദൈവജനത്തോട്, അല്ലെങ്കിൽ കേരള സഭയിലുള്ള ദൈവമക്കളോട് പരിശുദ്ധ റൂഹ എന്താണ് സംസാരിക്കുന്നത്? പലപ്പോഴും നമുക്കിതൊരു നിസ്സംഗതയാണ്. ഇപ്പോഴും നമുക്ക് ചൂട് പിടിച്ചിട്ടില്ല. അത് മണിപ്പൂരിലല്ലേ, അത് 2 വിഭാഗങ്ങളും തമ്മിലുള്ള വംശീയ കലാപമല്ലേ എന്ന് ചിന്തിച്ച് നിസ്സാരമായി നമ്മൾ ഈ കലാപത്തെയും അക്രമത്തെയും കാണുകയാണ്. അത് അവർ തന്നെ തീർക്കട്ടെ, അവരായി തുടങ്ങിയതല്ലേ, അവർ തന്നെ അവസാനിപ്പിക്കട്ടെ എന്നുള്ള നിസ്സംഗതയുടെയും നിഷ്ക്രിയത്വത്തിൻ്റെയും ഒരു നിലപാടിലേക്ക് പലപ്പോഴും ഞാനും നിങ്ങളും കടന്നു വരുന്നുണ്ട്. കേരള സഭയിലുള്ള ദൈവജനത്തോട് വളരെ വ്യക്തമായി പരിശുദ്ധ റൂഹ സംസാരിക്കുകയാണ്. മണിപ്പൂരിലെ ആ കഷ്ടത അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും എൻ്റെയും നിങ്ങളുടെയും സ്വന്തം സഹോദരി സഹോദരങ്ങളാണ്, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു പെയിൻ നമുക്കുണ്ടാകണം, ഈ ഒരു വേദന നമുക്കുണ്ടാകണം. കാരണം ഇന്ന് ലോകത്തിൽ ഏറ്റവും ശക്തമായ സഭ എന്ന് പറയുന്നത് കേരള സഭയാണ്. ഭാരത സഭയിൽ ഏറ്റവും ആക്റ്റീവായി പോകുന്ന, ലൈവായി പോകുന്ന, ഏറ്റവും പവർഫുള്ളായ സഭ കേരള സഭയാണ്. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിലെ ഒരു സംസ്ഥാനമാണ് മണിപ്പൂര്. മണിപ്പൂരിലെ സഭ വേദനിക്കുമ്പോൾ, അവിടെയുള്ള ജനം ദുരിതത്തിൽ അകപ്പെടുമ്പോൾ, അവിടെയുള്ള ക്രൈസ്തവ മക്കള് കൊടിയ വേദനയിലൂടെയും പ്രതിസന്ധിയിലൂടെയും വളരെ വിഷമതകളിലൂടെയും കടന്നു പോകുമ്പോൾ, കേരള സഭയിലുള്ള എനിക്കും നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമില്ലേ സഹോദരങ്ങളെ? നിശ്ചയമായുമുണ്ട്. നമുക്കതിൽ യാതൊരു ഒഴികഴിവുമില്ല.
നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്താണ്. നമുക്കിപ്പോൾ അവിടെ ചെന്ന് അത് സന്ദർശിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടത് ആ ദേശത്ത് കടന്നു ചെന്ന് നൽകാനൊന്നും സാധിക്കുന്നൊരു സ്ഥിതിവിശേഷം നമുക്കില്ല. പക്ഷേ അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുവാൻ, നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, അവിടെ സമാധാനമുണ്ടാകുവാൻ, സ്നേഹം വർദ്ധിക്കുവാൻ, കലാപത്തിൻ്റെയും ശത്രുതയുടെയും വർഗീയ വിദ്വേഷത്തിൻ്റെയും എല്ലാ കെട്ടുപാടുകളും വിട്ടുമാറി സ്നേഹത്തിൻ്റെ സ്വസ്ഥതയുടെ അന്തരീക്ഷമുണ്ടാകുവാൻ നമുക്കതിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകകളിലൊക്കെ ദിവ്യകാരുണ്യ ആരാധനകൾ ഉയരണം. കേരളത്തിൽ 5000-ഓളം ഇടവക സമൂഹങ്ങളുണ്ട്. നമ്മുടെ ഇടവകകളിൽ മണിപ്പൂരിലെ നമ്മുടെ ജനത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ദൈവമായ കർത്താവ് പ്രവർത്തിക്കും. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. തന്റെ ജനത്തിന് വേണ്ടി നീതി നടത്തി കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ നീതിയുടെ ദൈവമാണ്. സഹോദരങ്ങളെ, ഈ ദൈവീക പദ്ധതി തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിലവിളിച്ച് പരിശുദ്ധ ജപമാല ചൊല്ലി ദൈവകരുണയുടെ പ്രാർത്ഥനകൾ, ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് നമ്മൾ പരിഹാര പ്രവർത്തികൾ ചെയ്ത് കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യ ആരാധന, ഞാൻ വിശ്വസിക്കുന്നു ഇതിനൊരു അറുതി വരുന്നത് ഇടമുറിയാതെ കേരള സഭയിലെ ദൈവജനത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം. നിസ്സംഗത അരുത് സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യെസ്, ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ അക്കൗണ്ടബിൾ ആണ്. ആരത് മറന്നു പോകരുത്. കണ്ടമാലിൽ നടന്ന പീഡനത്തെക്കാൾ വലിയ പീഡനത്തിലൂടെയാണ് മണിപ്പൂരിലെ ജനം കടന്നു പോകുന്നത്. അതിൻ്റെ രാഷ്ട്രീയ മാനദണ്ഡങ്ങളോ നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷയം അവിടെ സമാധാനമുണ്ടാകണം. അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം അത് അന്വേഷിച്ച് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. അത് അന്വേഷിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അങ്ങനെ ചെയ്യട്ടെ, അതും ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താ? അവിടെ സമാധാനമുണ്ടാകാൻ, സ്നേഹമുണ്ടാകുവാൻ, കൂട്ടായ്മയുണ്ടാകുവാൻ നമുക്കൊന്നിച്ച് നിലവിളിക്കാം. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. ദൈവജനം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശക്തിയോടെ പ്രവർത്തിക്കും. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുകയാണ്, എഫെസസ്കാർക്ക് ഇത് ലേഖനം 6:18. പെട്ടെന്ന് നമുക്ക് വചനം എടുക്കാം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി, മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി, അവിടെ കലാപങ്ങൾ അഴിച്ചുവിടുന്ന ഇരു ഗോത്രങ്ങള്, കുക്കി ഗോത്രത്തിനും മെയ്ത്തി ഗോത്രത്തിനും വേണ്ടി നമ്മൾ നിലവിളിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ യാചനകൾ സമർപ്പിക്കുമ്പോൾ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ നീതിയോടെ പ്രവർത്തിക്കും. നിങ്ങൾ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സഹോദരങ്ങളെ, ഉണർവോടെ, തീഷ്ണതയോടെ, എരിവോടെ, ഹൃദയ നുറുക്കത്തോടെ മണിപ്പൂരിലെ ജനത്തിന് വേണ്ടി, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരിക്കലും പാഴല്ല, അത് പൊട്ടത്തരമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നേരം കളയുന്നൊരു പരിപാടിയായി നമ്മൾ ആരും കാണരുതേ. ഏത് പ്രതിസന്ധിയും പരിഹരിക്കുവാനുള്ള മെഡിസിനാണ് പ്രാർത്ഥന. അതിനേക്കാൾ ശക്തമായ, ഇഫക്റ്റീവായ മറ്റൊരു മരുന്നില്ല സഹോദരങ്ങളെ. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥനയാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള സൊല്യൂഷൻ പ്രാർത്ഥനയിലുണ്ട്. നമ്മൾ ആരും വിസ്മരിക്കരുത്.
ആയതിനാൽ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയാണ്, കൊളോസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനം, കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിരന്തരം പ്രാർത്ഥിക്കുക. അപ്പൊ ഈ ദിനങ്ങളൊക്കെ നമ്മളത് ചെയ്യണം. നമ്മൾ ഉണർവോടെ പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം, ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനകൾ ഉയർത്തി പ്രാർത്ഥിക്കണം, പരിശുദ്ധ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് പ്രവർത്തിക്കുക? ലേവ്യ പുസ്തകം 26-ാം അധ്യായം 6-ാമത്തെ വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. നമ്മളിപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങൾ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തു കൂടെ വാൾ കടന്നു പോവുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ദൈവജനം ദൈവാത്മാവിന്റെ പദ്ധതി മനസ്സിലാക്കി ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയനുറുക്കത്തോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്ത് അക്രമം നടമാടുന്ന, അനീതി നടമാടുന്ന, സ്വസ്ഥത നഷ്ടപ്പെട്ട ദേശങ്ങളിൽ കർത്താവ് സമാധാനം സ്ഥാപിക്കും. ഇന്ന് മണിപ്പൂരിലെ ജനത്തിന് ഈ വചനത്തിന്റെ കൃപയാണ് ആവശ്യം. അവിടെ മറ്റെന്തിനേക്കാൾ ഇന്ന് ആവശ്യം സമാധാനമാണ്. അക്രമം അവസാനിക്കണം, കലാപങ്ങൾ അവസാനിക്കണം, വർഗീയ വിദ്വേഷത്തിന്റെ പ്രവൃത്തികൾക്ക് അറുതിയുണ്ടാവണം. അവിടുത്തെ ജനത്തിന് സ്വസ്ഥതയുണ്ടാകണം. മണിപ്പൂരിലെ സഭയ്ക്ക് സമാധാനം ഉണ്ടാകണം. ഇരു വിഭാഗങ്ങളും, കുക്കീസിനും മെയ്ത്തികൾക്കും അവർ തമ്മിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ശക്തി കണ്ടോ? ഇത് വെറും പ്രസംഗിക്കാനുള്ളൊരു വിഷയമല്ല. പരിശുദ്ധ റൂഹ തൻ്റെ വചനത്തിൽ നിന്ന് തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന പ്രവചന വചനമാണിത്. നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വസ്ഥമായി വസിക്കും. ആരും നിങ്ങൾ ആക്രമിക്കുകയില്ല. ഒരു വന്യമൃഗവും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. നിങ്ങളുടെ ദേശത്ത് കൂടെ വാൾ എന്ന് പറഞ്ഞാൽ അക്രമം കടന്നു പോവുകയില്ല. അവിടെ സുരക്ഷിതത്വമുണ്ടാകും. ദേശത്ത് അടിപിടികള്, കലഹങ്ങള്, കലാപങ്ങള്, ഇതിനെല്ലാം ദൈവമായ കർത്താവ് അറുതി വരുത്തും. കരങ്ങളടിച്ച് ഈ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വീണ്ടും കർത്താവ് പറയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേരള സഭയിലെ ദൈവജനത്തിലുള്ള ഉത്തരവാദിത്വമാണ്. കാരണം ഇതുപോലെ അംഗസംഖ്യയുള്ള, ഇതുപോലെ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ, ഇതുപോലെ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിയ, ഇതുപോലെ ദൈവം ഇറങ്ങി വന്ന് ഇടപെട്ട ഏത് സഭാ സമൂഹമാണ് സാർവത്രിക സഭയിലുള്ളത്? സാർവത്രിക സഭയിലുള്ളത്. ഈ കൊച്ചു ഭൂപ്രദേശത്ത് എന്തുമാത്രം പ്രാർത്ഥനകളും വചന ശുശ്രൂഷകളും ധ്യാനങ്ങളും ബൈബിൾ കൺവെൻഷനുകളും പരിശുദ്ധ ദേവാലയങ്ങളും ആരാധനകളും പരിശുദ്ധ കുർബാനകളും എന്നു വേണ്ട എത്ര സമ്പന്നമാണ്. അപ്പം മറ്റേത് സഭാ സമൂഹത്തെക്കാളും ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുവാനും ഇടപെടുവാനും ദൈവം കേരള സഭയിലെ ദൈവജനത്തോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഒഴികഴിവുകൾ പറയരുതേ, അതൊരിക്കലും നമുക്ക് അനുഗ്രഹമാവില്ല, ഒരിക്കലും അനുഗ്രഹമാവുകയില്ല. യെശയ്യാ പ്രവചനം 26:3 ഈ ദൈവ പദ്ധതി മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ ദൈവം എന്തു ചെയ്യും? അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ശ്രദ്ധിക്കണമേ, മണിപ്പൂരിലെ തന്റെ ജനത്തിനെ, അവരെ തന്റെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുവാനായി കർത്താവ് ഇറങ്ങി വരും. കർത്താവിൻ്റെ
ശക്തി ഈ വചനത്തിൽ പറയുന്നത് പോലെ വെളിപ്പെടുവാനായി തുടങ്ങും. സമാധാനത്തിൻ്റെ തികവിൽ മണിപ്പൂരിലെ ജനത്തെ കർത്താവ് സംരക്ഷിക്കും. കുക്കികളെ സംരക്ഷിക്കും, നാഗന്മാരെ സംരക്ഷിക്കും, മൈത്തികളെ സംരക്ഷിക്കും, മറ്റ് മതവിഭാഗങ്ങളെ സംരക്ഷിക്കും. അവിടുത്തെ ഗവൺമെൻറ്, അവിടുത്തെ സഭ, ഇതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ കരം പ്രബലപ്പെടും. ഈ ഒരു ദൈവപ്രവൃത്തി എപ്പോഴാണ് സംഭവിക്കുന്നത്? ദൈവജനമേ, ഞാനും നിങ്ങളും കരമുയർത്തുമ്പോഴാണ്. നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങികളായിരിക്കരുത്. ഇത് നമ്മുടെ വിഷയമല്ല, അത് മണിപ്പൂരിലല്ലേ. മണിപ്പൂര് നമ്മുടെ വിഷയ, നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയമാ. ഈ ഒരു ഫീൽ, ഈ ഒരു പെയിൻ, ഈ ഒരു ബേർഡൻ സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മ വ്യക്തമായി പറഞ്ഞു, മറ്റെല്ലാ ശുശ്രൂഷകളും, വേറെ ചില ലൈവുകളാണ് ദിവസങ്ങൾ ഉദ്ദേശിച്ചത്, അതെല്ലാം മാറ്റിവെച്ച് മണിപ്പൂരിലെ എൻ്റെ ജനത്തിന് വേണ്ടി 3 ദിനക്കാലം, ഒരു 3 ദിവസത്തെ പ്രാർത്ഥന. എസ്തേർ ഫാസ്റ്റിംഗ് ഡേ, എസ്തേർ 3 ദിവസമാണ് പ്രാർത്ഥിച്ചത് ദൈവജനത്തിന് സംരക്ഷണത്തിന് വേണ്ടി. പൗലോസ്ലീഹ 3 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഇങ്ങനെ 3 days പ്രാർത്ഥനകൾ നമുക്ക് പരിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളെ, 3 ദിനക്കാലം ഇതിനു വേണ്ടി തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ദൈവീക സന്ദേശപ്രകാരമാണ് ഷെക്കേന ന്യൂസിലൂടെ ഈ ശുശ്രൂഷ കർത്താവ് നമുക്ക് ലഭ്യമാക്കി തന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ അനേകർ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവം തൻ്റെ സമാധാനത്തിന് തികവിൽ തൻ്റെ ജനത്തെ സംരക്ഷിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ഈ ദൈവിക ഇടപെടൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ കേരള സഭ, നമ്മുടെ ജനം എന്തുമാത്രം ഈ പ്രതിസന്ധിയെ, ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. ഇന്നിവിടെ മണിപ്പൂർ സന്ദർശിച്ച 2-3 കർത്താവിന് പ്രിയപ്പെട്ടവരെ ഷെക്കേന ന്യൂസിലോട്ട് വന്നു. അവിടെ അവരുടെ ചില അവർ കണ്ട കാഴ്ചകൾ ഇതെല്ലാം അവർ വിവരിച്ച് ഇവിടെ പങ്കുവെച്ചപ്പോൾ അറിയാതെ ചങ്ക് പെടഞ്ഞു പോയി. സഹോദരങ്ങളെ, എന്തുമാത്രം ദയനീയമായ അവസ്ഥയാണ്, വളരെ ദാരുണമായ കാഴ്ചകൾ. ഇനിയും നമ്മൾ നിസ്സംഗത പാലിച്ചാൽ നമ്മുടെ ആത്മീയ മന്നോഷത അവിടെ കൂടുതൽ പ്രശ്ന സങ്കീർണമാക്കി മാറ്റും. നമ്മളിത് മനസ്സിലാക്കണം. നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇതുപോലെ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പം നമ്മൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. ഇന്ന് കേരള സഭയിലെ എന്നെയും നിങ്ങളെയും നോക്കി എന്താ കർത്താവ് പറയുന്നത്? ഇത് കർത്താവിൻ്റെ വേദനയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സ്ക്രീനിലോട്ട് നോക്കി അതിന് ഉച്ചത്തിൽ വായിച്ച്, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണമേ, കേരള സഭയിലുള്ള എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് പറയുകയാണ്, നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. ഒരു ലുക്വാം, ഇളം ചൂടിന്റെ അനുഭവത്തെ നമ്മളിതൊന്നും ബാധിക്കുന്നില്ല. നമുക്കിതൊന്നും ഒരു വിഷയമല്ല. അത് അങ്ങ് മണിപ്പൂരിലാണ്, എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നടക്കുന്നൊരു സംഭവം. അതും 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഭവം. നമ്മളെ സംബന്ധിച്ച് അത് വിഷയമല്ല. നമ്മുടെ എന്തുമാത്രം ക്രൈസ്തവ സഹോദരങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നു, അവർ വധിക്കപ്പെട്ടു, മരണപ്പെട്ടു. മറ്റു മെയ്ത്തി വിഭാഗത്തിലെ വ്യക്തികളും അവർ പലപ്പോഴും ഇതുപോലെ തന്നെ ദാരുണമായി പല വിധത്തിലുള്ള മുറിവുകളും പ്രതിസന്ധികളും ഏൽക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണേക്കാൾ അപ്പുറമായൊരു അവസ്ഥയാണ്. നമ്മൾക്ക് ഇപ്പോഴും ഇതിൻ്റെ സീരിയസ്നെസ് പിടികിട്ടിയിട്ടില്ല. 2 ഗോത്രങ്ങളും തമ്മിലുള്ള എന്തോ ഒരു അടിപിടി നടക്കുന്നു, ഇത്രയും നമ്മൾ അറിയുന്നുള്ളൂ. അല്ല സഹോദരങ്ങളെ, നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. 100 കണക്കിന് വ്യക്തികൾ അവിടെ കൊല്ലപ്പെട്ടു. ഇത് ഒഫീഷ്യലായിട്ടുള്ളതാണ്.
അൺഒഫീഷ്യലായിട്ട് എന്തും ആയിരങ്ങൾ ചിലപ്പോൾ മരണപ്പെട്ട് കാണും. എത്രയോ വ്യക്തികൾ, കുടുംബങ്ങൾ തകർന്നു. 300-ൽ പരം ദേവാലയങ്ങൾ അഗ്നിക്കിരയായി തകർത്ത് കളഞ്ഞു. ഇതൊന്നും നമ്മളെ ചൂടുപിടിപ്പിക്കുന്നില്ലേ? ഇതൊന്നും എന്നെയും നിങ്ങളെയും വേദനിപ്പിക്കുന്നില്ലേ? നമ്മളെ ഭാരപ്പെടുത്തുന്നില്ലേ? ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ, കർത്താവിന്റെ നാമം വിളിച്ച് ചങ്ക് പൊട്ടി നിലവിളിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ലേ? പലപ്പോഴും ഇല്ല സഹോദരങ്ങളെ, നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല, ഉള്ളവളല്ല. ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ആയതിനാൽ ഈ കാര്യത്തിൽ നമുക്ക് അനാസ്ഥ അരുത്, ആലംബം അരുത്. നിസാരമായി, ലാഘവമായി മണിപ്പൂരിൽ നടക്കുന്ന ഈ കലാപങ്ങളെ നമ്മൾ കാണരുതേ. അത് നമ്മുടെ വിഷയമാണ്. കർത്താവ് പറയാ, നീ ചൂടോടെ എരിവോടെ ഈ വിഷയത്തിന് വേണ്ടി നിലവിളിക്കണം. കഴിയുന്നതുപോലെ അവരെ സഹായിക്കണം, പ്രാർത്ഥിച്ച് സഹായിക്കണം. സാമ്പത്തികമായി അവിടെ വെള്ളമില്ല, അവിടെ വെളിച്ചമില്ല, ആഹാരമില്ല, വസ്ത്രങ്ങളില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സഭാ സമൂഹങ്ങൾ അല്പം കൂടി കാര്യക്ഷമമായി ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കർത്താവ് തന്റെ ജനത്തെ നോക്കി കരയുക. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിനെ നോക്കി കരഞ്ഞ അതേ കർത്താവ് മണിപ്പൂരിൽ വേദനിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന, കൊടിയ ദുരിതത്തിലായിരിക്കുന്ന തന്റെ ജനത്തെ നോക്കി കർത്താവ് ഇന്ന് നിലവിളിക്കുകയാണ്. എന്താ കർത്താവിന് പറയാനുള്ളത്? കേരള സഭയിലുള്ള ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41-42 വചനങ്ങളിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. അവൻ അടുത്ത് ചെന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. ആ പട്ടണത്തെ കണ്ട് വിലപിച്ചു. ഇന്ന് മണിപ്പൂരിനെ കണ്ട്, അവിടുത്തെ ജനത്തെ കണ്ട് കർത്താവ് വിലപിക്കുകയാണ്, കരയുകയാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. സഹോദരങ്ങളെ, മണിപ്പൂരിലെ തന്റെ ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാ, എൻ്റെ ജനമേ, സമാധാനത്തിന്റെ മാർഗം, സ്നേഹത്തിന്റെ മാർഗം ഈ ദിനങ്ങളിലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇത് കർത്താവിന്റെ മനസ്സാണ് സഹോദരങ്ങളെ, ഇത് കർത്താവിന്റെ മനസ്സാണ്. ഈ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കേരള സഭയിലെ ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും കഴിയണം. നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പദ്ധതിയോട് സഹകരിക്കുമ്പോൾ സംഭവിക്കുന്ന റിസൾട്ട് എന്താണ്? ഫലം എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ പുറകെ ചില തിന്മയുടെ ശക്തികൾ ഉണ്ടാകാം. സമാധാനത്തെ കെടുത്തിക്കളയുന്ന, സ്നേഹത്തെ ഇല്ലാതാക്കുന്ന, വിഭാഗീയതയും ശത്രുതയും കലഹവും മത്സരവും കൊലപാതകമൊക്കെ അതെല്ലാം വിതയ്ക്കുന്ന ചില തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ. നമ്മുടെ ബുദ്ധിക്കോ മനസ്സിനോ കാഴ്ചകൾക്ക് അത് കാണാൻ, അനുഭവിക്കാനോ പറ്റുന്നില്ല. എന്നാൽ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, നമുക്കറിയാം. എൻ്റെ സഹോദരങ്ങളെ, ദൈവജനം ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് ഒരു മനസ്സോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി പ്രക്ഷുബ്ധമായിരിക്കുന്ന, കലാപബാധിതമായ ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചില തിന്മയുടെ ശക്തികള്, വിപരീത ബുദ്ധികള്, പൈശാചിക രൂപികള്, ഇതിനെന്ത് സംഭവിക്കും? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. റോമാക്കാർക്കെതിരെ ലേഖനം 16:20, റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 20, 16-20 നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. സമാധാനത്തിൻ്റെ ദൈവം
ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. ഇത് കർത്താവിന്റെ പ്രോമിസ് സഹോദരങ്ങളെ. തന്റെ ജനത്തിന് വേണ്ടിയുള്ള ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞ് ദൈവജനം ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനസ്സോടെ നിലവിളിക്കുമ്പോൾ, ഈ കലാപത്തിന്റെയും വർഗീയ പ്രക്ഷോഭത്തിന്റെയും അക്രമത്തിന്റെയും പുറകിലുള്ള അന്ധകാര ശക്തികള്, പൈശാചിക ആധിപത്യങ്ങള്, നരകത്തിന്റെ രൂപികള്, വിപരീത ബുദ്ധികള്, എതിർ ശക്തികള്, തിന്മയുടെ പോരുകള്, ഇതെല്ലാം തകർക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിക്കണമേ. സമാധാന രാജാവായി തന്റെ ജനത്തിന് കർത്താവ് സമാധാനം കൊടുക്കും. ഈ കലാപം അഴിച്ചുവിടുന്നവരുടെ ഹൃദയങ്ങളെ തുറക്കും. അവരിലേക്ക് തന്റെ സ്നേഹത്തിന്റെ ചൈതന്യം പകരും. കർത്താവിനൊന്നും അസാധ്യമല്ല. ലൂക്ക 1:37. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. പക്ഷെ ഇത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിന് ജനമായ നമ്മൾ ഈ ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാനും അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഒരുങ്ങണം. എഫെസസ്കാർക്കുള്ള ലേഖനം 2:14. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്താ വചനം പറയുന്നത്? നമ്മുടെ കർത്താവ് ആരാണ് സഹോദരങ്ങളെ? കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ആരാണ് നമ്മുടെ സമാധാനം? കർത്താവ് യേശുവാണ് നമ്മുടെ സമാധാനം. യേശു സമാധാന രാജാവാണ്, സമാധാന പ്രഭുവാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ജനത്തിന് സമാധാനം കൊടുക്കും. ആ കലാപം അഴിച്ചുവിടുന്നവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കും, അനുതാപം കൊടുക്കും, മാനസാന്തരം കൊടുക്കും. അതിൻ്റെ പുറകിലുള്ള പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ തകർക്കപ്പെടും. ഇതിനു വേണ്ടി നിലവിളിക്കണം. സഹോദരങ്ങളെ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പറിലേക്ക് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവിടെ നടമാടുന്ന കലാപങ്ങൾക്ക് അറുതി വരുവാൻ, ദൈവജനത്തിന് സമാധാനമുണ്ടാകുവാൻ, കർത്താവ് നീതിയോടെ തന്നെ ജനത്തിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ, അതിനുവേണ്ടി പരിഹാരമെടുക്കുവാൻ, ത്യാഗമെടുക്കുവാൻ, അതുപോലെ മറ്റ് ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ റൂഹ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം, നിങ്ങൾ ഫോൺ ചെയ്യണം. നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങൾ അറിയിക്കണം സഹോദരങ്ങളെ. അതിനാണ് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വിവിധ ദേശങ്ങൾ, രാജ്യങ്ങളിലായിരുന്ന അനേകർ ഇതിൽ പങ്കെടുക്കുന്നു. നഷ്ടപ്പെടുത്തി കളയരുതേ. നമ്മൾ ഒന്നിച്ച് കരമിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ, ഇതുപോലെ പ്രാർത്ഥനയിലൂടെ ഏത് പ്രതിസന്ധിയും പരിഹരിക്കാൻ നമുക്ക് പറ്റണം. ആ ഫോൺ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം. പ്രാർത്ഥനയിലൂടെ ഏത് പ്രതിസന്ധിയും പരിഹരിക്കാൻ അത് ദൈവജനം പ്രാക്ടീസ് ചെയ്യണം, ദൈവജനം അത് പരിശീലിക്കണം. പ്രാർത്ഥനയിലൂടെ എല്ലാം സാധ്യമാണ്. പ്രാർത്ഥനയിലൂടെ എല്ലാം സാധ്യമാണ്. പ്രാർത്ഥനയുടെ സാധ്യത ദൈവത്തോളം വരുന്ന സാധ്യതയാണ്. പ്രേ ഫോർ മണിപ്പൂർ. ഈ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ തീരുമാനങ്ങളും കമ്മിറ്റ്മെന്റ്സും അതിൽ അറിയിക്കണം സഹോദരങ്ങളെ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മളിനി അതാ ചെയ്യാം. ഈ ദിവസങ്ങളൊക്കെ ഇനി അതാ ചെയ്യേണ്ടത്. നമുക്കവിടെ നല്ലൊരു ശുഭകരമായ പ്രത്യാശ തരുന്നൊരു വാർത്ത കേൾക്കുന്നത് വരെ തുടർച്ചയായി കണ്ടിന്യൂസ് നമ്മൾ അവിശ്രാന്തം ഉണർന്നിരുന്ന് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിലായിരുന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കർത്താവിനറിയാം. അവൻ സർവജ്ഞാനിയാണ്. ദൈവം പ്രവർത്തിക്കും. വളരെ മനോഹരമായൊരു വചനം സങ്കീർത്തന വചനത്തിൽ കാണാൻ പറ്റും. 106 സങ്കീർത്തനം 23 വചനമാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണത്. പലപ്പോഴും ഞാൻ ആ വചനം ഓർക്കാറുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു. എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത മോശ ജനത്തിനു മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. ശ്രദ്ധിക്കണമേ, ദൈവജനത്തിന് മറയായി മോശ മാറുകയാണ്. ഇതുപോലെ മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി
നമ്മൾ മറയായി മാറണം. നമ്മുടെ പ്രാർത്ഥന അവർക്ക് മറയായി മാറണം. നമ്മുടെ സ്നേഹവും കരുതലും ആ ജനത്തിന് മറയായി മാറണം. ഇത് മണിപ്പൂരിൽ മാത്രമല്ല, ലോകത്തിൽ ഏത് ദിക്കിൽ ഇതുപോലെയുള്ള കലാപങ്ങൾ, ഇതുപോലെയുള്ള തകർച്ചകൾ വരുമ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ കരമിരിച്ച് പ്രാർത്ഥിക്കണം. ശക്തമായി പ്രാർത്ഥനകൾ അങ്ങ് ഉയർത്തണം. ഇപ്പം നൈജീരിയയിൽ അത് ഈ രീതിയിലല്ല, അവിടെ ഒരുപാട് ക്രൈസ്തവർ വധിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. നമ്മളിതെല്ലാം ഒത്തിരി ഭാരപ്പെടുത്തണം. ലോകത്തിന് അനേകം ദിക്കുകളിൽ ക്രൈസ്തവർ കൂട്ടക്കുരുതിക്ക് ഇന്ന് ക്രൈസ്തവരെ ഇന്ന് അതിലൂടെ കടന്നു പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സ് വേദനിക്കണം. ഞാൻ പറഞ്ഞത് വേദനിക്കുന്ന നിരാശയിലേക്ക് പോകാനല്ല, ഭയത്തിലേക്ക് പോകാനല്ല, മറിച്ച് ആത്മനൊമ്പരത്തോടെ കർത്താവിൻ്റെ പദ്ധതിയോടെ സഹകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഈ പ്രതിസന്ധികളിലെല്ലാം വേണ്ടത് ചെയ്തുകൊള്ളും. അവർക്ക് ബലം കൊടുക്കും, ശക്തി കൊടുക്കും, കരുത്ത് കൊടുക്കും. മോശജനത്തിനു മറയായി കേരള സഭയിലെ ദൈവജനത്തോട് പരിശുദ്ധാത്മ പറയാ, മണിപ്പൂരിൽ വേദനിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് നമ്മൾ മറയായി മാറണം. കർത്താവ് ഇന്ന് നമ്മളെ അന്വേഷിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് കോട്ട പണിയുവാൻ, സ്നേഹിച്ച് കോട്ട പണിയുവാൻ, അവരെ സഹായിച്ചുകൊണ്ട് കോട്ട പണിയുവാൻ തൻ്റെ ജനത്തിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവിൻ്റെ കണ്ണുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 30-ാമത്തെ വചനം. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. ഇത് കേരള സഭയിലെ ദൈവജനത്തെ നോക്കി പറയാൻ കർത്താവിനെ ഇടവരരുത്. ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, ആ ദേശത്തിന് വേണ്ടി, ദേശത്തിലെ ജനത്തിന് വേണ്ടി കോട്ട പണിയുവാൻ, കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാൻ അവരുടെ ഇടയിൽ ഞാൻ ആളുകളെ അന്വേഷിച്ചു. കർത്താവ് വേദനയോടെ പറയാ, ഞാൻ ആരെയും കണ്ടില്ല. ഇന്ന് ഇതുകൊണ്ടാണ് പല ദേശങ്ങളും തകരുന്നത്, പല കലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പല വിധത്തിലുള്ള തിരിച്ചടികൾ, വിനാശങ്ങളും ഇന്ന് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നതിനൊക്കെ കാരണം കോട്ട പണിയാൻ ആളില്ല സഹോദരങ്ങളെ. പ്രാർത്ഥിച്ച് കോട്ട പണിയുവാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് കോട്ട പണിയുവാൻ, ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കോട്ട പണിയുവാൻ ഇന്ന് അധികം ആളുകളില്ല. ജീവിതത്തിന് വ്യഗ്രതയിൽപ്പെട്ട് അനേകരെ അങ്ങോട്ടിങ്ങോട്ട് ഓടി നടക്കുകയാണ്. ശ്രദ്ധിക്കണമേ. കോട്ട പണിയാൻ ആളുകളുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് ഇന്നും ശക്തിയോടെ തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവിടുന്ന് സർവശക്തനാണ്. സർവശക്തൻ, ഓൾ മൈറ്റി, ഓൾ സഫിഷ്യന്റ്, എൽ ഷദായ്. നമ്മുടെ കർത്താവ് സർവാധിപനാണ്. നമുക്ക് ആർക്കതിൽ സംശയം വേണ്ട സഹോദരങ്ങളെ, സംശയം വേണ്ട. കോട്ട പണിയണം. മണിപ്പൂരിലെ ജനത്തിന് വേണ്ടി കോട്ട പണിയണം. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. അപ്പോൾ ഈ പ്രതിസന്ധികൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ, മറ്റ് മീഡിയ പലപ്പോഴും നമുക്കത് കൃത്യമായ റിപ്പോർട്ട് കിട്ടുന്നില്ല. അവിടെ ചെന്ന് നേരിൽ ആ ദയനീയമായ കാഴ്ചകൾ കണ്ടവർ അതിനെക്കുറിച്ച് പറയുമ്പോഴല്ലേ, എൻ്റെ ദൈവമേ, നമ്മുടെ ചങ്ക് പൊട്ടുന്ന വിധത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സഡേഷൻ, ഒരു മയക്കത്തിലാണ്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇതൊന്നും എൻ്റെ കുടുംബത്തിന് വിഷയമല്ല, ഇതൊന്നും എനിക്കുള്ള വിഷയമല്ല. അത് മണിപ്പൂരിൽ അവർ എന്നെ വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് അവർ തന്നെ സെറ്റിൽ ചെയ്യട്ടെ, അവർ തന്നെ തുടങ്ങിയതല്ലേ, ഇനി അവർ തന്നെ അവസാനിപ്പിക്കട്ടെ എന്നുള്ള നിസ്സംഗത, അതാണ് കർത്താവിൻ്റെ സങ്കടം. പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവരെ, കരുതുവാനും സഹായിക്കാനും വിളിക്കപ്പെട്ടവരെ അത് ചെയ്യുന്നില്ലെങ്കിൽ
അനേകര് നഷ്ടപ്പെട്ടു പോവില്ല, അനേകര് നശിച്ചു പോവില്ലേ? നമ്മുടെ ഉത്തരവാദിത്വം മറക്കരുത് സഹോദരങ്ങളെ. നെഹേമിയയുടെ പുസ്തകത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് മനോഹരമായൊരു വചനമുണ്ട്. നമ്മൾ ഈ ഒരു കൃപയിലേക്ക് വരണം. ഈ ശുശ്രൂഷ കാണുന്ന നമ്മളെല്ലാവരും, ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും, നമ്മളെങ്കിലും ഈ ഒരു കൃപയിലേക്ക് വരും. ഇതുപോലെ ചൈതന്യമുള്ള അനേകരുണ്ടോ, ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിന് പല ദിക്കുകളിൽ, പല ദേശങ്ങളിലായിരുന്നു ഈ വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പലരുണ്ട്. പല വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, കുടുംബസ്ഥരുണ്ട്, യുവജനങ്ങളുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നെഹേമിയയുടെ പുസ്തകം 1-ാം അധ്യായം 3-4 വചനങ്ങൾ. എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജനം കഷ്ടതയിലാണ്, ജനം വലിയ കൊടിയ വേദനയിലാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ദൈവജനത്തിന്റെ കൊടിയ ദുരിതം കേട്ടപ്പോൾ, ദൈവജനത്തിന് സംഭവിച്ച ആ വലിയ വിനാശത്തെക്കുറിച്ച് നെഹേമിയ കേട്ടുകഴിഞ്ഞപ്പോൾ, തൻ്റെ ജനം അനുഭവിക്കുന്ന വേദനകളും പ്രതിസന്ധികളെ കുറിച്ച് നെഹേമിയ കേട്ടുകഴിഞ്ഞപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സമയത്ത് നെഹേമിയ പേർഷ്യൻ രാജാവിൻ്റെ പാനപാത്രവാഹകനാണ്, ഒരു വലിയ ഗവൺമെന്റ് ഒഫീഷ്യൽ. ധാരാളം സുഖ സൗകര്യങ്ങളുടെ മധ്യയാണ് നെഹേമിയ ജീവിക്കുന്നത്. എത്രയോ മൈലുകൾ അപ്പുറമുള്ള ഈ ജനം, നമ്മളെ സംബന്ധിച്ച് ഇപ്പം മണിപ്പൂരൊക്കെ എന്ന് പറഞ്ഞതുപോലെ അത്രയും 100 കണക്കിന് മൈലുകൾ അപ്പുറമുള്ള ഈ ജനം അപമാനത്തിലും കഷ്ടതയിലും കൊടിയ ദുഃഖത്തിലും വേദനയിലുമാണെന്ന് പേർഷ്യൻ രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ യാതൊരു സൗകര്യങ്ങൾക്കും കുറവുകളില്ലാതെ സുഖസമൃദ്ധമായി ജീവിക്കുന്ന നെഹേമിയ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ, അവൻ പലപ്പോഴും നമ്മളെപ്പോലെയല്ല ചിന്തിച്ചത്. ഞാൻ എന്തിനവരെ ഓർത്ത് കരയണം? ഞാൻ എന്തിനവരെ ഓർത്ത് വിലപിക്കണം? ഞാൻ എന്തിനീ ജനത്തെ സപ്പോർട്ട് ചെയ്യണം? അവരെത്രയും 100 കണക്കിന് മൈലുകൾ അപ്പുറമുള്ളവരല്ലേ. എനിക്ക് ഈ കൊട്ടാരത്തിൽ ഒരുപാട് തിരക്കുകളുണ്ടല്ലോ, ഞാനൊരു വലിയ ഒഫീഷ്യൽ അല്ലേ, രാജാവിൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണ്ടേ? ഈ തിരക്കുകളുടെ ഇടയിലും ഇത്രമാത്രം ഹൈ ഒഫീഷ്യൽ ആയിരുന്നിട്ടും ദൈവജനം ദുരിതത്തിലും സങ്കടത്തിലുമാണ്. കവാടം ശത്രുക്കൾ പിടിച്ചടക്കി, തീവെച്ച് അനേകം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു, മതിലുകൾ തകർന്നുപോയി, ജനം വലിയ പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞപ്പോൾ 4-ാമത്തെ വചനം, പരിശുദ്ധ വചനം എന്താ പറയുന്നത്? ഇത് കേട്ട് നിലത്തിരുന്ന് ഞാൻ കരഞ്ഞു. ശ്രദ്ധിക്കണമേ, ദൈവജനത്തിന്റെ തകർച്ച കേട്ടപ്പോൾ, ദൈവജനത്തിന് സംഭവിച്ച ഈ ദുരിതവും കഷ്ടപ്പാടും കൊടിയ ഈ സഹനവും നെഹേമിയ അറിഞ്ഞപ്പോൾ, ഞാൻ ദിവസങ്ങളോളം നിലത്തിരുന്ന് കരഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മണിപ്പൂരിൽ നടക്കുന്ന ഈ വംശീയ കലാപങ്ങളും അക്രമങ്ങളും 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. എത്രയോ നമ്മുടെ ജനം അഭയാർത്ഥി ക്യാമ്പുകളിലായി വീട് തീവെച്ച് നശിപ്പിച്ചു. ഉറ്റവർ നഷ്ടപ്പെട്ടു പോയി. 1000 കണക്കിന് നമ്മുടെ സഹോദരങ്ങള് വനാന്തരങ്ങളിലാണ്. വെള്ളമില്ല, വസ്ത്രമില്ല, ആഹാരമില്ല, ജീവൻ തന്നെ വലിയൊരു ഭീഷണിയിലാണ്. ഈ വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും എൻ്റെ സഹോദരങ്ങളെ, ഈ നെഹേമിയയ്ക്ക് ഉണ്ടായതുപോലെ നമുക്ക് എത്ര പേർക്ക് ഹൃദയത്തിൽ നോവ് വരുന്നുണ്ട്? നമ്മൾ എത്രമാത്രം ഇതിനു വേണ്ടി നിലവിളിക്കുന്നുണ്ട്? നമുക്ക് നോവ് വരുന്നുണ്ട്. അത് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയാ. എൻ്റെ വീട്, എൻ്റെ മക്കള്, അവരുടെ ഭാവി, അവരുടെ പഠനം, എൻ്റെ ജോലി, പ്രൊമോഷൻ, എൻ്റെ രോഗപീഠകള്, എൻ്റെ ഭർത്താവ്, എൻ്റെ ബിസിനസ്, എൻ്റെ ഇതിനെ പ്രതിയല്ലേ നമ്മുടെ നോവ്, ഇതിനെ പ്രതിയല്ലേ നമ്മുടെ ദുഃഖം, ഇതിനെ പ്രതിയല്ലേ നമ്മൾ പലപ്പോഴും സങ്കടപ്പെടുന്നത്. വേണ്ടെന്നല്ല പറയുന്നത് സഹോദരങ്ങളെ, എന്നാൽ അത് മാത്രമായിരിക്കരുത്. ലോകത്തിന്റെ ഏത് ദിക്കിലും, മണിപ്പൂരിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് ദിക്കിലും
ദൈവജനം കഷ്ടപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ, നശിപ്പിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ അത് എൻ്റെയും നിന്റെയും ഹൃദയത്തിൻ്റെ നൊമ്പരമായി മാറണം. അതാണ് നമ്മൾ തമ്മിലുള്ള ഐക്യത, ആ യൂണിറ്റി എന്ന് പറയുന്നത്. നെഹേമിയായ്ക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു. അവൻ പേർഷ്യൻ രാജാവിൻ്റെ പാനപാത്ര വാഹകൻ, സുഖസമൃദ്ധി, സുഭിക്ഷമായ ആഹാരം, നല്ല രാജകീയമായ വസ്ത്രങ്ങൾ, അതിനനുസരിച്ച് കൊണ്ടുള്ള എല്ലാ സാധ്യതകളും ഉള്ളപ്പോൾ തൻ്റെ ജനത്തെ, അതും മൈലുകൾക്കപ്പുറം, 100 കണക്കിന് മൈലുകൾക്ക് അപ്പുറം കിടക്കുന്ന തൻ്റെ ജനത്തെ പ്രതി ഇങ്ങനെ വാവിട്ട് കരയുവാൻ നെഹേമിയ, നീ ഒരു പൊട്ടനാണോ? നീ ഇതുപോലൊരു മണ്ടനാണോ? മണ്ടനായതുകൊണ്ടല്ല സഹോദരങ്ങൾ, അതിന് പറയുന്ന പേരാണ് കരുതൽ. കരുതൽ, ആ കെയറിങ് ഹാർട്ട്. കെയറിങ് ഹാർട്ട്. നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ കരുതുന്ന ഹൃദയം. നമ്മുടെ ഹൃദയം കഠിനമായി സഹോദരങ്ങളെ, ഹൃദയം കഠിനമായി. ആർക്കെന്ത് വന്നാൽ നമുക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും വന്നാലാണ് എനിക്ക് കുഴപ്പം വരുന്നുള്ളൂ, എനിക്ക് സങ്കടം വരുന്നുള്ളൂ. വേറെ ആർക്ക് എന്നാ വന്നാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ചിന്തിക്കുമാറ് നമ്മുടെ ഹൃദയം കഠിനമായി മാറിയതാണ് ഇന്ന് നമ്മുടെ തകർച്ചയുടെ മറ്റൊരു പ്രധാന കാരണം. നെഹേമിയെ നമ്മളൊന്ന് ധ്യാനിക്കുക. എൻ്റെ സഹോദരങ്ങൾ, ദിവസങ്ങളോളം നിലത്തിരുന്ന് കരയുകയാണ് ഇത്രയും വലിയ ഒഫീഷ്യൽ. ഇന്നത്തെ ലോകസഭ ചീഫ് സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുക, അത്രയും ഹൈ ഒഫീഷ്യലാണ് ഈ നെഹേമിയ. നിലത്തിരുന്ന് കരഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ജനത്തിന് വേണ്ടി, തന്റെ ജനം അനുഭവിക്കുന്ന കൊടിയ തകർച്ചകൾക്ക് വേണ്ടി, അവരുടെ ദുരിതത്തിനു വേണ്ടി, അവരുടെ വിമോചനത്തിനു വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി നെഹേമിയ ചങ്കുപൊട്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ മിഷൻ ഇതാണ്. ഇതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. കർത്താവ് നമ്മളെ വിളിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 നമ്മളിത് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളവരാണ്. ഇല്ലെങ്കിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സംശയിക്കേണ്ട, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയും പറഞ്ഞ് നമ്മൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആരാധിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. സഹോദരങ്ങളെ, പൗലോസ്ലീഹ സഭയോട് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1, 2, 3 വചനങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കണമേ. മണിപ്പൂരിലെ നിങ്ങൾ ഒരു സെക്കൻഡ് അത് കഴിഞ്ഞ് നമുക്ക് വചനം ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണമേ, മണിപ്പൂരിലെ ഗവൺമെൻറ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അവിടുത്തെ CM-ന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി, അവിടുത്തെ മറ്റ് മിനിസ്റ്റേഴ്സിന് വേണ്ടി, ആ മിനിസ്റ്റേഴ്സ് അവിടെ അതിൽ മിനിസ്ട്രികളിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിന് വേണ്ടി, അതുപോലെ തന്നെ അവിടുത്തെ ജുഡീഷ്യറിക്ക് വേണ്ടി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. ഗവൺമെൻറ് ഭരണാധികാരികൾക്ക് മാത്രമല്ല, സഭയുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അധികാരസ്ഥാനം അലങ്കരിക്കുന്ന സെക്കുലർ വേൾഡിലും അതുപോലെ സഭയിലുമുള്ള എല്ലാ അധികാരികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ സഹോദരങ്ങൾ, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് സഭയോടാണ് പരിശുദ്ധാത്മ പറയുന്നത്. സഭ എന്ന് പറയും ദൈവജനത്തിൻ്റെ കൂട്ടായ്മയല്ലേ? നമ്മോടാണ് കർത്താവിൻ്റെ റൂഹ ഈ വചനം നൽകുന്നത്. ആ വചനം ശ്രദ്ധിച്ച് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പോൾ മണിപ്പൂരിന് വേണ്ടി. അവിടെ ഏകദേശം 35 ലക്ഷം പേരുണ്ട്. 35 ലക്ഷം പേരെ ഞാൻ അതിൻ്റെ കണക്കൊരു പുസ്തകത്തിൽ എടുത്ത് വായിച്ചു.
35 ലക്ഷം പേരാണ്. പ്രധാന ഭാഷ മണിപ്പൂരിയാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ 16ഓളം ഡിസ്ട്രിക്റ്റുകളുണ്ട്, ജില്ലകളുണ്ട് മണിപ്പൂരിലെ. 3856 ഗ്രാമങ്ങളുണ്ട്, വില്ലേജസ്. മണിപ്പൂരിലെ 3856 ഗ്രാമങ്ങളുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ഏകദേശം 43%. ക്രൈസ്തവരും ഏകദേശം ഇത്രത്തോളം തന്നെ വരും, 42-43%. മുസ്ലിമുകൾ ഏകദേശം 8%-ഓളമാണ് മണിപ്പൂരിലുള്ളത്. മറ്റ് ജനസമൂഹങ്ങൾ ഒക്കെ ബാക്കി വരുന്ന ആ ശതമാനത്തിൽപ്പെടുന്നത്. പിന്നെ സഹോദരങ്ങളെ, ഇത്രയാണ് അതിന് ചുറ്റളവും, അല്ലെങ്കിൽ അവിടുത്തെ ഏകദേശം 14 ജില്ലകളും 35 ലക്ഷം പേരും. ആ ജനവിഭാഗത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞ്, എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി. മണിപ്പൂരിലെ എല്ലാ ജനത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാ മതവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മണിപ്പൂരിലെ ആ സഭയുടെ അധികാരികള്, മണിപ്പൂരിലെ സഭയിലുള്ള മെത്രാന്മാർക്ക് വേണ്ടി, അവിടെ പ്രവർത്തിക്കുന്ന വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മണിപ്പൂരി ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം, മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മറ്റു ഒഫീഷ്യൽസിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ദൈവജനത്തിന് ഉത്തരവാദിത്തമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കരുതേ. രാജ്യത്തിന് വേണ്ടി, നമ്മുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാമതിനതാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ വായിച്ച്, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ വചനം ശ്രദ്ധിച്ച് നിങ്ങൾ, എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് പലപ്പോഴും ഇന്ന് ഈ അന്തരീക്ഷം ഇല്ലാത്ത കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ എവിടെയാണ് നമ്മുടെ മന്ത്രിമാർക്ക് വേണ്ടി, നമ്മുടെ ഗവൺമെന്റുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതിനുവേണ്ടി എത്ര പേര് ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്? അവരെ ജ്ഞാനത്തോടു കൂടി ഭരിക്കുവാൻ, വിവേകത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുവാൻ, പൊതുസമൂഹത്തിന് നന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള പോളിസികൾ നടപ്പിലാക്കാൻ നമ്മൾ എത്ര പേര് ഈ വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവിന്റെ പരിശുദ്ധ വചനം പറയാം, ജനത്തിനെ ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം ലഭിക്കാൻ, ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ രാജാക്കന്മാർ ആരാണ്? അവര് രാജ്യത്തിന്റെ അധികാരികളാണ്, സ്റ്റേറ്റിന്റെ അധികാരികളാണ്. ഇപ്പൊ നമ്മുടെ കേരളം, നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവിടുത്തെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവിടുത്തെ IAS ഓഫീസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഇവിടെയുള്ള ദൈവജനത്തിന് ഉത്തരവാദിത്തമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, മറക്കരുത്, മറന്നു പോകരുത്. എത്ര കൃത്യമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്. ഉന്നത സ്ഥാനീയർ ആരെന്ന്? ഉന്നത സ്ഥാനീയരെ ഒരു ഹൈലി ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ്. IAS, IPS, IFS, ജുഡീഷ്യറിയിൽപ്പെട്ടവര്, ഇങ്ങനെ എത്രയോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അഡ്മിനിസ്ട്രേഷനിൽ തന്നെ, ജുഡീഷ്യറിയിൽ, നിയമനിർമ്മാണ സഭയിൽ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളാകണമെന്നാണ് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? നമ്മൾക്ക് സമാധാനത്തിന് ജീവിതം ഉണ്ടാകാൻ, നമുക്കിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ നമ്മുടെ രാഷ്ട്രീയവും ആത്മീയവുമായ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ മണിപ്പൂരിലെ ഗവൺമെന്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കും. മണിപ്പൂരിലെ സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
നമ്മുടെ ഉത്തരവാദിത്തമാണത്. മൂന്നാമത്തെ വചനം പറയുകയാണ്, എന്താ പറയുന്നത്? ഇത് ഉത്തമവും. കണ്ടു, ഇത് കർത്താവിന്റെ സന്നിധിയിൽ ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യവുമത്രേ. ശ്രദ്ധിക്കണമേ. അപ്പോ രാജ്യത്തിന്റെ അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഉന്നതരായ ഗവൺമെന്റ് ഒഫീഷ്യൽസിന് വേണ്ടി, ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി, ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ ഉത്തമവും കർത്താവിന്റെ ഹൃദയത്തിന് സ്വീകാര്യവുമായ പ്രാർത്ഥനയാണ്. വിശ്വസിക്കുന്നവരെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? സഭയുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അധികാരികളിൽ ദൈവം പ്രവർത്തിക്കും. വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരുടെ ഹൃദയത്തെ കർത്താവ് പ്രചോദിപ്പിക്കും. അവർക്ക് തെളിഞ്ഞ ജ്ഞാനം കൊടുക്കും. തെറ്റുകൾ കൂടാതെ ജനനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ദൈവം അവരെ പ്രചോദിപ്പിക്കും. നമ്മുടെ കർത്താവ് സർവാധിപത്യമുള്ളവനാ. തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ച് ഏത് ഭരണാധികാരിയെയും തൻ്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവിന് കഴിയും. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബൈബിൾ സ്കോളറാണ് വാരൻ വൈസ്ബി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രകാരമാണ് അദ്ദേഹം പറഞ്ഞത്, വടി വളഞ്ഞതാണെങ്കിലും സ്ഥാനത്ത് അടി കൊടുക്കുവാൻ ആ വടി ധാരാളം മതി ദൈവമായ കർത്താവിനെ. മനസ്സിലാവുന്നുണ്ടോ? വടി വളഞ്ഞതാണെങ്കിലും സ്ഥാനത്ത് അടി കൊടുക്കുവാൻ ആ വടി മതി നമ്മുടെ കർത്താവിനെ. കാരണം എന്താ? അവൻ സോവറിങ് ഗോഡാണ്, സർവാധിപത്യമുള്ളവനാണ്. നമുക്ക് സൈറസിനെ പ്രചോദിപ്പിച്ചു തൻ്റെ പദ്ധതിക്ക് വേണ്ടി. ഫറവയിൽ പ്രവർത്തിക്കുന്നു. അന്നത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയ റൂളറായിരുന്ന ഫറവോ ആർത്തറക്സസിന്റെ മേൽ പ്രവർത്തിക്കുന്നു. സെനഖെരീബിന്റെ മേൽ പ്രവർത്തിക്കുന്നു. എത്രയോ രാജാക്കന്മാരെ ദൈവം തൻ്റെ പർപ്പസിന് വേണ്ടി അവരിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മളായിരിക്കുന്ന ദേശത്തിൻ്റെ അധികാരികളിൽ പ്രവർത്തിക്കാൻ കർത്താവിന് പറ്റും. എപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സഭയുടെ നമ്മുടെ മെത്രാന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സഭയിൽ സമാധാനമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ, സ്നേഹമുണ്ടാകാൻ നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇതുപോലെ ദൈവം പ്രവർത്തിക്കും. കാരണം രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അധികാരികളുടെ ഹൃദയമൊക്കെ കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിച്ചുവിടുന്നു. സുഭാഷിതങ്ങൾ 21:1 നമുക്കത് കാണാൻ പറ്റും. ഇത് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇനി വരുന്ന മണി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരിക്കൽ കൂടെ ആ പ്രയർ നമ്പർ ഡിസ്പ്ലേ ചെയ്യുകയാണ്. നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ അറിയിക്കണം. അവരെ സഹായിക്കാനുള്ള ആ ഒരു സന്നദ്ധത പറ്റുന്നവരൊക്കെ അറിയിക്കുക. ഒപ്പം എൻ്റെ സഹോദരങ്ങളെ, ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ജൂൺ 22 മുതൽ 31 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഷെക്കൻഡ് ന്യൂസിലൂടെ അന്ത്യകാല പ്രേക്ഷിതർ, കഴിഞ്ഞ വർഷം ഒരു വലിയ അഭിഷേകത്തിൻ്റെ തരംഗമായി പരിശുദ്ധാത്മാവ് സഭയിൽ മാറ്റിയൊരു ശുശ്രൂഷയായിരുന്നു അന്ത്യകാല പ്രേക്ഷിതർ. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ മറിയത്തിലൂടെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന പ്രേക്ഷിതരാണ് അന്ത്യകാല പ്രേക്ഷിതർ, ഈ കാലഘട്ടത്തിൻ്റെ പ്രേക്ഷിതർ. അതിന് 2ാം സീസൺ ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ജൂൺ 22 മുതൽ 31 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ജൂലൈ 24 വരെ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും കുടുംബമായി പങ്കെടുക്കണം. ബഹുമാനപ്പെട്ട വന്യ വൈദികർ, സമർപ്പിതർ, സന്യസ്തർ, എൻ്റെ അമ്മമാരെല്ലാവരും പങ്കെടുക്കണം. പ്രൊവിൻഷ്യൽസും ജനറൽസൊക്കെ നിങ്ങളുടെ സമൂഹത്തിലുള്ളവരെ അറിയിക്കണം. ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുത്ത് എല്ലാ സമർപ്പിതരും പ്രാർത്ഥിക്കുവാനും പങ്കെടുക്കുവാനും. മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ കുടുംബമായി ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തിൽ രൂപപ്പെടുത്തുന്ന ആ അന്ത്യകാല പ്രേക്ഷിതരുടെ കൂട്ടായ്മയിൽ നമ്മളും ചേർക്കപ്പെടുവാൻ നമ്മൾക്ക് ആഗ്രഹിക്കാം. അതിനായി ഒരുങ്ങാം. അനേകരെ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ ഒരിക്കലും ഈ ശുശ്രൂഷ മിസ് ചെയ്യരുത്. അത്ര ഗൗരവത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്ന
ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തുന്നു. പരിശുദ്ധ കുർബാന ഈശോ കടന്നു വരുന്ന സമയം മുട്ടുകുത്തി കണ്ണുനീരോടെ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. മണിപ്പൂരിലെ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. മൈറ്റി ലോർഡ്. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവേ ആരാധന, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന, യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന, മൈറ്റി ലോർഡ്. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ. കരങ്ങൾ അൾത്താരയിലേക്ക് തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയേ, രാജാവേ, ഹല്ലേലൂയ, ഒന്നിച്ച് വിളിക്കുന്നു. ഈശോ, സംഘം തുറന്ന് വിളിക്കുന്നു. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ. മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി നമ്മുടെ സഹോദരങ്ങളെ വിളിക്കുന്നു. ഈശോയെ, ഈശോ, ഈശോ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപകൾ ഒഴുകട്ടെ, ശക്തി പുറപ്പെടട്ടെ. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആയിരിക്കുന്നിടത്ത് കരങ്ങൾ തുറന്നു പിടിച്ച് അൾത്താരയിലേക്ക് നിങ്ങൾ കരങ്ങൾ തുറന്നു പിടിക്കുക. ഹൃദയം നുറുക്കത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവജനം എപ്പോഴെല്ലാം ഒന്നിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ സമയമെല്ലാം ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് തന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. തന്റെ ജനത്തിന് കണ്ണുനീരിന് പരിഹാരം നൽകിയിട്ടുണ്ട്. കരങ്ങൾ തുറന്നു പിടിച്ച് കണ്ണുനീരോടെ മണിപ്പൂരിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദനിക്കപ്പെടുന്ന, കലാപത്തിലൂടെയും മറ്റ് അക്രമത്തിലൂടെയും അവിടെ വധിക്കപ്പെടുന്ന, മുറിവേൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കുക്കി ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെയ്ത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെയ്ത്തി ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ സ്നേഹത്തിന്റെ കൃപ ഒഴുകപ്പെടുവാൻ, വർഗീയതയുടെയും അക്രമത്തിന്റെയും കലഹത്തിന്റെയും ശത്രുതയുടെയും കൊടിയ വിദ്വേഷത്തിന് കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ സഹോദരങ്ങളെ കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ നോക്കി നമ്മളൊരു മനസ്സോടെ വിളിക്കുകയാണ്, ഒന്നിച്ച് വിളിക്കുകയാണ്, ചങ്കപൊട്ടി വിളിക്കുകയാണ്. ദൈവജനത്തിന്റെ കണ്ണുനീരിൽ ദൈവശക്തിയുണ്ട്. ദൈവജനത്തിന്റെ കണ്ണുനീരിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. മണിപ്പൂരിലെ ജനത്തിന് വേണ്ടി, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി കരമുയർത്തി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയെ, വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും വിളിച്ച് ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്, ശക്തി പുറപ്പെടുകയാണ്. മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ ഇത് ദൈവശക്തി ഇറങ്ങുന്നു. കലാപബാധിതമായ പ്രദേശങ്ങളിലേക്ക്, കലുഷിതമായ ദേശങ്ങളിലേക്ക് ഇത് ദൈവശക്തി ഇറങ്ങുന്നു. അതിന്റെ പുറകിലുള്ള അന്ധകാര ശക്തികള്, പൈശാചിക ആധിപത്യങ്ങള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, തിന്മയുടെ രൂപികള്, വിപരീത പീഡകള് പരിശുദ്ധ കുർബാനയുടെ, പരിശുദ്ധ വചനത്തിന്റെ
പരിശുദ്ധ രക്തത്തിന്റെ, പരിശുദ്ധാത്മാവിന്റെ, പരിശുദ്ധ ബലിയുടെ അനന്ത ശക്തിയാൽ ഇതാ തകർക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമാധാനം നൽകണമേ. തന്റെ ജനത്തിന് സമാധാനം കൊടുക്കണമേ. തന്റെ ജനത്തിന് നീതി നടത്തി കൊടുക്കണമേ. തന്റെ ജനത്തിന് സ്വസ്ഥത കൊടുക്കണമേ. കലാപം അടിച്ചുവിടുന്ന എല്ലാവരിലേക്കും ദൈവ സ്നേഹം വർഷിക്കണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കലാപത്തിന്റെ പുറകിലുള്ള എല്ലാ പൈശാചിക രൂപികളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങൾ പറ്റുന്നു. നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ എല്ലാവരും പറ്റുന്നവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ കരങ്ങൾ കോർത്തു പിടിച്ച് സഹോദരർ ഏക മനസ്സായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലേക്ക് ദൈവശക്തി ഇറങ്ങുകയാണ്. നിങ്ങൾ ഏത് ദേശത്തായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, എവിടെയായിരുന്നാലും, നമ്മൾ കുടുംബങ്ങളിലോ സമൂഹങ്ങളിലായിരിക്കാം. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പരിശുദ്ധ കുർബാനയുടെ മധ്യേ സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കോർത്തു പിടിച്ച് മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി വേദന അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് നിലവിളിക്കാൻ പോവാ. കർത്താവെ, നീതി നടത്തി കൊടുക്കണമേ, നീതി നടത്തി കൊടുക്കണമേ. നമ്മുടെ പ്രാർത്ഥന അവർക്ക് കോട്ടയായി മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും സ്തുതികളും അവർക്ക് സംരക്ഷണമായി മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും അവർക്ക് സ്നേഹമായി തീരട്ടെ. ഇസ്രായേലിനെ നയിച്ചതുപോലെ കർത്താവേ, കർത്താവേ, അവിടുത്തെ ജനത്തെ നയിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കോർത്തു പിടിച്ചൊരു 3 പ്രാവശ്യം വിശ്വസിച്ച് മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയേ, സ്നേഹത്തോടെ വിളിക്കുന്നു. ഈശോയേ, വിശ്വസിച്ച് വിളിക്കുന്നു. ഈശോയേ, ശക്തി പകരണമേ, സമാധാനം പകരണമേ, സ്വസ്ഥത നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ തികവിൽ അവിടുത്തെ ജനത്തെ സമാധാനത്തിൽ സംരക്ഷിക്കണമേ. കുക്കികളെ സമാധാനത്തിൽ സംരക്ഷിക്കണമേ. നാഗന്മാരെ സമാധാനത്തിൽ സംരക്ഷിക്കണമേ. മൈത്തികളെ സമാധാനത്തിൽ സംരക്ഷിക്കണമേ. മണിപ്പൂരിലെ സഭയെ കർത്താവേ, അവിടുത്തെ ഹൃദയത്തിന്റെ തികവിൽ സമാധാനത്തിൽ സംരക്ഷിക്കണമേ. സ്വസ്ഥതയിൽ സംരക്ഷിക്കണമേ. മണിപ്പൂരിലെ ഗവൺമെന്റ് അധികാരികൾക്ക് ജ്ഞാനം പകരണമേ. ദൈവിക ജ്ഞാനത്തോടെ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ അവിടുത്തെ ഭരണകൂടത്തെ പ്രചോദിപ്പിക്കണമേ. കർത്താവേ, അവിടുത്തെ അധികാരികളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ കോർത്തു പിടിച്ച് വിശ്വസിച്ച് പാടുന്നു. ഇസ്രായേലിൻ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോലെ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോലെ ഇസ്രായേലിൻ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോലെ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോലെ മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ കൃപയായി വരണമേ, അഭിഷേകമായി വരണമേ, സംരക്ഷണമായി വരണമേ, സമാധാനമായി വരണമേ, സ്നേഹമായി വരണമേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, മൂവ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സകല കെട്ടുകളും അടിയട്ടെ, സകല പീഡകളും ചിതറിപ്പോകട്ടെ. ഈശോയേ, കോർത്തു പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പാടുന്നു. ശിഷ്യരിൽ അഗ്നി പകർന്നതുപോലെ
ശിഷ്യരില് നീ പകർന്നതുപോ ആത്മനദിയ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ സമാധാനത്തിന്റെ ആത്മാവായി, സ്നേഹത്തിന്റെ ആത്മാവായി, സംരക്ഷണത്തിന്റെ ആത്മാവായി, കൂട്ടായ്മയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ, പരിശുദ്ധാത്മ പ്രവർത്തിക്കുവാൻ മണിപ്പൂരിലെ സഭയുടെ മേൽ, മണിപ്പൂരിലെ ഗവൺമെന്റിന്റെ മേൽ ദൈവശക്തി ഇറങ്ങുവാൻ കോർത്ത് പിടിച്ച കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. സ്നേഹത്തോടെ വിളിച്ചേ പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച ആത്മാവേ, ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രബോധിക്കട്ടെ, 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 പ്രബോധിക്കട്ടെ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ആമേൻ, ആമേൻ. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മൾ ഓർക്കുകയാണ്. നമ്മളിപ്പോൾ മണിപ്പൂരിലെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഗവൺമെന്റ് അധികാരികള് കർത്താവിനാൽ പ്രചോദിതരാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ജ്ഞാനത്താൽ, ദൈവിക വിവേകത്താൽ ഈ കലാപത്തെ അവസാനിപ്പിക്കുവാൻ, ഈ അക്രമങ്ങളെ പരിഹരിക്കുവാനുള്ള ഉചിതമായ നടപടികളും തീരുമാനങ്ങളും എടുക്കുവാൻ ഇരുവിഭാഗത്തിനും അതിലൊരു സ്വാർത്ഥതയോ മുൻവിധിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നാശമോ നശീകരണമോ ആഗ്രഹിക്കാതെ ജനത്തിന്റെ നന്മയ്ക്കും പൊതുസമൂഹത്തിന്റെ ഉന്നതിക്കുമായിട്ടുള്ള കൃത്യമായ തീരുമാനം അവിടുത്തെ ഗവൺമെന്റ് അധികാരികൾ എടുക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാം വചനത്തിൽ എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്രകാരം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷകളും യാചനകളും ഉയർത്തേണ്ടവരാണ്. എന്റെ സഹോദരങ്ങളെ, മണിപ്പൂരിലെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയങ്ങളിൽ എല്ലാവരും ഉണർവോടെ പ്രാർത്ഥിക്കണം. 10,000-ങ്ങളാണ് ഷെക്കേന ന്യൂസിന്റെ പ്ലാറ്റ്ഫോമിലൂടെ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ജീവിക്കുന്ന കർത്താവിന്റെ തിരുമുൻപിൽ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പോകുന്നത്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിലായിരുന്നു നമ്മൾ കർത്താവിനോടുള്ള ഐക്യതയിൽ, സഭയോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പോവുക. സഹോദരങ്ങളെ, മണിപ്പൂരിലെ ഗവൺമെന്റ് അവിടുത്തെ CM-ന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ എല്ലാ മിനിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഗവൺമെന്റ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉചിതമായ തീരുമാനമെടുക്കാൻ, നിസ്സംഗത നിഷ്ക്രിയത്വവും ഒക്കെ വിട്ടുമാറി ഇരുവിഭാഗത്തിനും ഒരുപോലെ 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 നന്മയ്ക്ക് ഉതകുന്ന, സമാധാനത്തിന് ഉതകുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ ഇത് ഗവൺമെന്റിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കരങ്ങൾ പറ്റുന്നവരൊക്കെ അല്പ ത്യാഗമെടുത്ത് കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് നമ്മൾ 3 പ്രാവശ്യം കരുണയ്ക്ക് വേണ്ടി ഗവൺമെന്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ പ്രചോദിപ്പിക്കണമേ. എസ്രയുടെ പുസ്തകം 1:1 കാണുന്നു, ജെറുസലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ദൈവമായ കർത്താവ് പേർഷ്യൻ രാജാവായ സൈറസിനെ പ്രചോദിപ്പിച്ചു. ശ്രദ്ധിക്കണമേ, എത്ര വലിയ ഭരണാധികാരി ആണെങ്കിലും, എത്ര പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരി ആണെങ്കിലും അവരെ തന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രചോദിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് സർവശക്തനാണ്, ഓൾമൈറ്റിയാണ്. സഹോദരങ്ങളെ, ആ ഗവൺമെന്റ് അധികാരികളും മന്ത്രിമാരും അതിന്റെ എല്ലാ ഒഫീഷ്യൽസും പ്രചോദിതരാകുവാൻ വേണ്ടി കരങ്ങൾ കുരിശാകൃതി വിരിച്ചു പിടിച്ച് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുക. ദൈവകരുണയ്ക്ക് വേണ്ടി, ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മണിപ്പൂരിലെ ഗവൺമെന്റിനോട് കരുണ കാണിക്കണമേ. മണിപ്പൂരിലെ ഗവൺമെന്റ് അധികാരികളോട് കരുണ കാണിക്കണമേ. നമ്മുടെ ദൈവജനത്തിന്റെ പ്രാർത്ഥന
അവിടുത്തെ ജനത്തിനെ മറയാകണം. കേരള സഭയിലുള്ള നമ്മുടെ പ്രാർത്ഥന മണിപ്പൂരിലെ മക്കൾക്ക്, നരകയാതന അനുഭവിക്കുന്ന 10,000-ങ്ങൾക്ക് അവിടുത്തെ സഭയ്ക്ക് മറയായി തീരട്ടെ. അവിടുത്തെ ഗവൺമെന്റിന് മറയായി തീരട്ടെ. ഈശോയേ, ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും അപ്പാ മണിപ്പൂരിലെ ഗവൺമെന്റിനോട് കരുണ കാണിക്കണമേ. കർത്താവേ, അധികാരികളെ പ്രചോദിപ്പിക്കണമേ. അധികാരികൾ ഉണർത്തണമേ. അധികാരികൾ ഉത്തേജിപ്പിക്കണമേ. സമാധാനപൂർണമായ തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ മറ്റെല്ലാ അധികാരികളെയും പ്രചോദിപ്പിക്കണം കർത്താവേ. നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് കർത്താവേ കരുണ കാണിക്കണമേ. നിലവിളിക്ക് ഉത്തരം നൽകണമേ. മുഴുവൻ എല്ലാവരും ത്യാഗമെടുത്ത് കരങ്ങൾ വിരിച്ചു പിടിച്ച് വിശ്വസിച്ച് പാടി പ്രാർത്ഥിച്ചേ. കർത്താവേ, മണിപ്പൂരിലെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ. ദൈവ കരുണ ഒഴുകട്ടെ. മുഖ്യമന്ത്രിയുടെ മേൽ, മറ്റെല്ലാ മന്ത്രിമാരുടെ മേൽ, മറ്റെല്ലാ ഉന്നത സ്ഥാനീയരുടെ മേൽ ദൈവ കരുണ ഒഴുകട്ടെ. സമാധാനപൂർവമായ തീരുമാനം, ഉചിതമായ നടപടികൾ എടുക്കുക. കർത്താവേ, ഗവൺമെന്റിനെ പ്രചോദിപ്പിക്കണമേ. ഭരണകൂടങ്ങളെ കർത്താവേ ഉണർത്തണമേ. കരുണയുണ്ടാകേണമേ. സഹോദരങ്ങളെ, കരങ്ങൾ പിടിച്ചു തരാൻ നിൽക്കുക. ഈ സമയം നമ്മൾ കുക്കി ഗോത്രങ്ങൾക്ക് വേണ്ടി കുക്കി ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ 99% ക്രൈസ്തവരാണ്. നമ്മൾ ഒരുപാട് അവിടെ പീഡിപ്പിക്കപ്പെടുന്നു. ക്രൈസ്തവ മക്കൾ കുക്കികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് സമാധാനം ഉണ്ടാകാൻ, അതുപോലെ തന്നെ ആത്മസംയമനം ഉണ്ടാകാൻ, സ്നേഹത്തിൻ്റെ ഐക്യതയുടെ അന്തരീക്ഷം ഉണ്ടാകാൻ എല്ലാ കുക്കികളെയും കർത്താവെ ഉണർത്തണമേ. അവരെ നീ സമാധാനം കൊണ്ട് അവിടുത്തെ ഹൃദയത്തിന് തികവിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് നമ്മൾ ആ കുക്കികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ മേത്തി ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ആ മേത്തി ഗോത്രക്കാർക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കലാപകരമായ എല്ലാറ്റിനും അവർ വിടിവിക്കപ്പെടുവാൻ, ഒരു സ്വന്തം സഹോദരങ്ങൾ എന്നുള്ള ബന്ധത്തിലേക്ക് ആ മേത്തി സമൂഹം കടന്നു വരാൻ, ഗോത്രം കടന്നു വരുവാൻ, ഒരു ലീഡേഴ്സിലേക്ക് അഭിഷേകം നിറയാൻ, അങ്ങനെ പരസ്പരം ഒരു സ്നേഹത്തിന്റെ ഐക്യതയുടെ കൂട്ടായ്മയുടെ അന്തരീക്ഷം ഇരു വിഭാഗങ്ങളിൽ രൂപപ്പെടുവാൻ, ആ സ്റ്റേറ്റിൽ സമാധാനമുണ്ടാകാൻ കുക്കികൾക്ക് വേണ്ടിയും മേത്തീസിന് വേണ്ടിയും ഒപ്പം നാഗാസ് അവരെയും കൂട്ടിച്ചേർക്കാൻ നമുക്ക് ഇവരിലെല്ലാം സമാധാനമുണ്ട്, ഐക്യമുണ്ടാകാം. ഇനി അവിടെ ഒരാൾ പോലും മരണപ്പെടാൻ കർത്താവേ നീ അനുവദിക്കരുതേ. കലാപത്തിലൂടെ, അക്രമത്തിലൂടെ ഒരു വ്യക്തി പോലും അവിടെ മരണപ്പെട്ടു പോകാൻ കർത്താവേ നീ അനുവദിക്കരുതേ. ആ സ്റ്റേറ്റിനും അവിടുത്തെ ജനത്തിന് സമാധാനം നൽകണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് നമ്മൾ ഒരിക്കൽ കൂടെ ദൈവകരുണയ്ക്കായി നിലവിളിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇംഫാൽ ആർച്ച് ബിഷപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. റോബർട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റെല്ലാ ബിഷപ്സിന് വേണ്ടിയും വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി ധൈര്യത്തോടെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും സംയമനത്തോടെ സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അധ്വാനിക്കുവാനുമായി മണിപ്പൂരിലെ സഭാ നേതൃത്വത്തെ കർത്താവെ പ്രചോദിപ്പിക്കണമേ. മറ്റ് ഡിനോമിനേഷൻ, മെത്തഡിസ്റ്റുകാരുണ്ട്, ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, ബാപ്റ്റിസ്റ്റുകളുണ്ട്, മറ്റെല്ലാ
ക്രൈസ്തവ സഭാ സമൂഹങ്ങളെ അവരുടെ നേതൃത്വത്തെ എല്ലാം സമർപ്പിച്ച് അവരെല്ലാം ദൈവകരണവും ഒഴുകപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സമാധാനമുണ്ടാകാൻ, ഒരു വ്യക്തി പോലും അവിടെ അന്യായമായി വധിക്കപ്പെടാതിരിക്കാൻ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒരിക്കൽ കൂടെ ഈ നിയോഗങ്ങൾക്കെല്ലാമായി നമ്മൾ ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു പാടുന്നു. ഈശോയുടെ അതിദാരുണമാ പരിശുദ്ധ കുർബാനയിൽ അനന്തമായ കരുണ ഒഴുകട്ടെ, ദൈവകാരുണ്യം ഒഴുകട്ടെ. ഈശോ 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 ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി ആഗ്രഹിച്ചു ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. സഹോദരങ്ങളെ, കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് സ്വീകരിക്കുകയാണ്. നമ്മൾ ഈ 3 ദിനം കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കരുതേ. നമ്മൾ വചനത്തിലൂടെ കേട്ടതുപോലെ ഇതിന് വലിയ ഉത്തരവാദിത്വം കേരള സഭയിലെ ദൈവജനത്തിന് കർത്താവ് നൽകുന്നുണ്ട്. നമ്മളാണിന്ന് സാർവത്രിക സഭയിൽ, ഭാരതസഭയിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സഭ, ഏറ്റവും ലൈവായി പോകുന്ന സഭ. ഇതുപോലെ പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും സമ്പന്നതയുള്ള സഭ. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവർക്കായി പ്രാർത്ഥിക്കുക, അവരെ കരുതുക, സ്നേഹിക്കുക, സഹായിക്കുക എന്നുള്ളത്. ഈ ഉത്തരവാദിത്തം നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. തുറന്നുള്ള ദിനങ്ങളിൽ ഇതിൻ്റെ അറുതി വരുന്നത് വരെ നമ്മൾ തീഷ്ണതയോടെ, കണ്ണുനീരോടെ, വളരെ കമ്മിറ്റഡായി, പ്രതിബദ്ധതയോടെ നമുക്ക് ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഒപ്പം നിങ്ങൾ ഷെക്കൻഡ് ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്ഷാമത്തിൻ്റെ നാളുകളിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷ കടന്നു പോകുന്നത്. പ്രാർത്ഥിച്ചും സാമ്പത്തികമായി സഹായിച്ചെല്ലാം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒത്തിരി ക്ഷാമത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. ഒപ്പം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്ന അന്ത്യകാല പ്രേക്ഷിതർ 2ാം സീസൺ ശുശ്രൂഷ സഭയെ മുഴുവൻ ഉണർത്തുവാനും അഭിഷേകത്തിന് വലിയൊരു വേവ്, ഒരു തരംഗം സഭയിൽ ആഞ്ഞടിക്കുവാനുമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നിച്ചു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോ തരുന്ന ഈ ആശീർവാദം നമുക്ക് വേണ്ടിയും മണിപ്പൂരിലെ ജനത്തിന് വേണ്ടിയും ഇവിടെ സമാധാനമുണ്ടാകാൻ വേണ്ടിയും ഇനി ഒരു വ്യക്തി പോലും അന്യായമായി അവിടെ വധിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവിടുന്ന് ജനത്തിന് നീതി നടത്തി കൊടുക്കണമേ. അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവരുടെ മേൽ കർത്താവേ കരുണ ചൊരിയണമേ, കൃപ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് നീതി നടത്തി കൊടുക്കണമേ. അങ്ങയുടെ ഹൃദയത്തിന്റെ തികവിൽ അവരെ സമാധാനത്തിൽ സൂക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ജനത്തെ മറയ്ക്കണമേ, മറയ്ക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ അവർക്ക് അഭയം നൽകണമേ. ഈശോ, ഈശോ, ഈശോ. സംരക്ഷണം യേശുവേ എനിക്കേകണമേ. പറ്റുന്നവരെ സാഷ്ടാംഗം പ്രണമിച്ച് ഭയഭക്തിയോടെ ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.